കണ്ണൂർ തൊട്ടട ഗവൺമെന്റ് ITIയിൽ വൻ സംഘർഷം. SFI KSU പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. KSU യൂണിറ്റ് പ്രസിഡന്റിന് ഗുരുതരമായി പരിക്കേറ്റു. SFI പ്രവർത്തകർക്കും പരിക്കുണ്ട്. വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. KSU കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ ഇടയാക്കിയത്. കണ്ണൂർ തൊട്ടട ITIയിൽ KSU സ്ഥാപിച്ച കൊടിമരത്തെ ചൊല്ലിയാണ് തർക്കത്തിന്റെ തുടക്കം. ബുധനാഴ്ച ഉച്ചയോടെ കൊടികെട്ടി KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് ഒരു ഭാഗത്ത് അടി തുടങ്ങിയത്. പിന്നീട് പരക്കെ സംഘർഷമായി. പോലീസ് ലാത്തിയും വീശി. സംഘർഷത്തിൽ KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ CHന് സാരമായി പരിക്കേറ്റു. നട്ടെല്ലിനാണ് ക്ഷതമേറ്റത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, രാജേഷ് ബാലൻ, ഹരികൃഷ്ണൻ പാളാട് എന്നിവർക്കും പരിക്കേറ്റു. ഷാരോൺ, ആഷിഖ്, ആദിത്, അജന്യ, നവനീത് എന്നീ SFI പ്രവർത്തകർക്കും പരിക്കുണ്ട്. സംഘർഷത്തിൽ ഇരു സംഘടനകളും പരസ്പരം ആരോപണമുന്നയിച്ചു. ITIയിൽ മറ്റു ഒരു സംഘടനയും പാടില്ല എന്ന നിലപാടാണ് SFIക്കെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ പറഞ്ഞു. സ്ഥാപനത്തിനകത്ത് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോ എന്ത് ദാത്യമാണ്. SFIയുടെ സെക്രട്ടറി ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അടിക്ക് അവൻ പറയാ അടിക്ക് അവൻ ആരാ? അവൻ ആരാ? ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമില്ലേ? ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും SFI വളർന്നിട്ടില്ല. റിബിനെ നിങ്ങൾ ആക്രമിച്ചോ? ഈ റിബിനെ ആക്രമിച്ചതിന് 100 ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. ഇവിടെ ക്യാമ്പസ് സ്റ്റുഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ ഫുൾപാലിൽ മത്സരിക്കാൻ നിൽക്കുക. നിങ്ങൾക്കെതിരെയുള്ള വിദ്യാർത്ഥി വികാരം ഈ ക്യാമ്പസിനകത്തുള്ള തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. കരുതിക്കൂട്ടി കുഴപ്പമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KSU നേതാക്കൾ ITIയിൽ എത്തിയതെന്നും മാധ്യമങ്ങളെ മുൻകൂട്ടി ഇക്കാര്യം അറിയിച്ചുവെന്നും SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ് ആരോപിച്ചു. ആക്രമണം നടത്തിയത് KSU പ്രവർത്തകരാണ്. ഇന്നിവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യം എന്ന് പറയുന്നത് SFIയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് പോളിയിലെയും ITIയിലെയും വിദ്യാർത്ഥികൾ ചോരയൊലിച്ചാണ് ഈ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ KSUവിൻ്റെ ഏതോ പ്രവർത്തകൻ്റെ കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാൾ KSU ഒന്നുമല്ല. അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ആള് SN കോളേജിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റാണ്. അതെ, KSUക്കാരല്ലാതെ മറ്റാരും ഇവിടെ നിന്നിട്ടില്ലല്ലോ. ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ളത് KSUവും പോലീസുമാണ്. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള അക്രമം നടത്തേണ്ട കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. വൻ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ശക്തമായ പോലീസ് കാവൽ തൊട്ടടയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.